നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിലേക്ക് 2 നാൾ മാത്രം. അകലെ നിൽക്കെ പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശമാല തല്ലി. ബുധനാഴ്ചയിലെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ബൂത്തിലെത്തും. KP വത്സലൻ രക്തസാക്ഷിത്വ ഫണ്ട് വിവാദം വീണ്ടും ഉന്നയിച്ച് DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ രംഗത്ത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആരോപണം കൊല്ലപ്പെട്ട KP വത്സലന്റെ മകൻ തങ്ങളെ സമീപിച്ച വീഡിയോ, ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ട് കോൺഗ്രസ് പുതിയ കഥകളുണ്ടാക്കി വത്സലന്റെ മകൻ നിരഞ്ജനെ വേട്ടയാടുകയാണെന്ന് LDF നേതൃത്വം. വരവൂരിൽ തെരുവുനായയുടെ ആക്രമണം. കുട്ടികളെ ഉൾപ്പെടെ 3 പേരെ ആക്രമിച്ചു. തെരുവുനായ പിന്നീട് ചത്തു. പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രതിഷേധത്തെ തുടർന്നാണ് തെരുവുനായയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയതെന്നും BJP പ്രവർത്തകർ. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. ആഘോഷ ചടങ്ങുകൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വിശദമായ വാർത്തയിലേക്ക്. ആവേശത്തോടെ കൊട്ടിക്കലാശം. പതിനാറാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിലേക്ക് 2 നാൾ മാത്രം. അകലെ നിൽക്കെ പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശമാല തല്ലി. ബുധനാഴ്ചയിലെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ബൂത്തിലെത്തും. 16ാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിലേക്ക് 2 നാൾ മാത്രം അകലെ നിൽക്കെ പരസ്യപ്രചാരണത്തിന്റെ അവസാന നാളിൽ ആവേശം അലകടലായി മാറി. നഗരകേന്ദ്രങ്ങളും ഗ്രാമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും മുദ്രാവാക്യങ്ങളാലും സമ്പന്നമായി. നാടും നഗരവും ഒന്നാകെ ആവേശം അലയടിച്ചുയർന്നപ്പോൾ കൊട്ടിക്കലാശം ഇക്കുറി അത്യന്തം ആകർഷകമായി. ദിവസങ്ങൾ നീണ്ടുനിന്ന പോർവിളിക്കൊടുവിൽ ഓരോ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശമാക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അരയും തലയും മുറുക്കി രംഗത്തെത്തി. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മണ്ഡലത്തിലെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാലും കൊട്ടിക്കലാശം ആവേശമായി മാറി. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ തന്നെ പാർട്ടികളും സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് നിശ്ചയിച്ച കേന്ദ്രത്തിലെത്തി തുടങ്ങിയിരുന്നു. ബാൻഡ്മേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് ആഘോഷപൂരമാക്കി മുന്നണികൾ മാറ്റി. കടലിരുമ്പും പോലെ ഉയർന്ന മുദ്രാവാക്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ആവേശത്തിനുമൊടുവിൽ 6 മണിക്ക് കൊട്ടിക്കലാശമായി ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. ബുധനാഴ്ചയിലെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ബൂത്തിലെത്തും. അടുത്ത 5 വർഷത്തേക്ക് സംസ്ഥാനം ആരു ഭരിക്കണമെന്ന വിധി കേരളം മറ്റന്നാൾ കുറിക്കുമ്പോൾ 2.71 കോടി വോട്ടർമാരാണ് കേരളത്തിന്റെ രാഷ്ട്രീയ വിധിയെഴുതുക. മെയ് 3 വരെ വിധിയെഴുത്ത് സ്ട്രോങ് റൂമിലാകും. 4-ാം തീയതി ആകാംക്ഷയുടെ പെട്ടി പൊട്ടിക്കുന്നതോടെ 5 വർഷം കേരളം ആരു ഭരിക്കണമെന്ന ജനവിധി പുറത്തുവരും. പ്രഖ്യാപനം വന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്കെത്തിയതിനാൽ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും മുൻകാലങ്ങളിൽ ലഭിച്ചത്ര സമയം ഇത്തവണ പ്രചാരണത്തിന് കിട്ടിയിട്ടില്ല. മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഗോദയിൽ നിറഞ്ഞു. CPM BJP ഡീൽ ആരോപണം, SDPI ബന്ധം, ശബരിമല സ്വർണക്കൊള്ള, പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയവ UDF ആയുധമാക്കി. എന്നാൽ വികസനവും ക്ഷേമവും പറഞ്ഞാണ് LDF തുടങ്ങിയത്. UDF ഭരണകാലത്തെ ഇരുണ്ട കാലമെന്നും അത് തിരിച്ചു വരരുത് എന്നുമുള്ള പ്രചാരണവും LDF നടത്തി. വയനാട് ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നടത്തിയ ഫണ്ട് പിരിവിന്റെ കണക്ക് പുറത്തുവിടാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇടതുമുന്നണി ആയുധമാക്കി. മാറി മാറി ഭരിച്ച ഇരു മുന്നണികൾക്കുമെതിരെ അതിശക്തമായ പ്രചാരണമാണ് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം നടത്തിയത്. പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും അവർ പ്രചരണത്തിനെത്തിച്ചു. 2020 BDJS തുടങ്ങിയ ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റിനെ ചൊല്ലി അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും കൃത്യമായ ആസൂത്രണത്തോടെ പ്രചരണം നടത്തിയ BJP ഇക്കുറി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് അവകാശപ്പെടുന്നത്. കച്ചവട നഗരിയിൽ ആരവങ്ങളോടെ പരസ്യപ്രചാരണത്തിന് സമാപനം. കുന്നംകുളം നഗര കേന്ദ്രത്തിലായിരുന്നു 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം.
വാശിയേറിയ പ്രചാരണത്തിന് വിരാമമിട്ട് നഗരമധ്യത്തിൽ നടന്ന മുന്നണികളുടെ കൊട്ടിക്കലാശം ആവേശകരമായി. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ പ്രവർത്തകരുടെ ബൈക്ക് റാലികൾ ടൗണിൽ സംഗമിച്ചതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. പ്രധാന പാതകളെല്ലാം തന്നെ 3 മുന്നണികൾക്കുമായി അവസാന മണിക്കൂർ പ്രചരണത്തിനായി വിട്ടുനൽകിയിരുന്നു. വടക്കാഞ്ചേരി റോഡിൽ LDF പ്രവർത്തകർ ചുവപ്പണിഞ്ഞപ്പോൾ തൃശൂർ റോഡ് UDF പ്രവർത്തകരുടെ മൂവർണ്ണ കൊടികളാൽ നിറഞ്ഞു. പട്ടാമ്പി റോഡിൽ NDA പ്രവർത്തകർ കാവിപ്പടയുമായി സാന്നിധ്യം അറിയിച്ചു. കാവടി, ചെണ്ടമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ഓരോ മുന്നണിയുടെയും പ്രകടനങ്ങൾ നടത്തിയത്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF പ്രകടനം നയിച്ചതെങ്കിൽ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധങ്ങളുമായാണ് UDF കളം നിറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച ആക്ഷേപഹാസ്യ ഗാനങ്ങൾ UDF ക്യാമ്പുകളിൽ നിന്നും ഉയർന്നു. മുൻവർഷങ്ങളിലെ കൊട്ടിക്കലാശങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം വൻ ജനപങ്കാളിത്തമാണ് ഇത്തവണയും ദൃശ്യമായത്. കൃത്യം 6 മണിക്ക് തന്നെ NDA പ്രവർത്തകർ കൊട്ടിക്കലാശം അവസാനിപ്പിച്ച് മടങ്ങിയെങ്കിലും LDF, UDF പ്രവർത്തകർ 6 മണി കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാതെ പരസ്പരം മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കി നഗരത്തിൽ നിന്നും മാറ്റിയത്. ആവേശം അതിരുകടക്കാതെ സമാധാനപരമായി കൊട്ടിക്കലാശം പൂർത്തിയാക്കാൻ സാധിച്ചതോടെ ഇനി നിശബ്ദ പ്രചരണവും വിജയകരമായി പൂർത്തിയാക്കി വോട്ടർമാരെ പരമാവധി ബൂത്തുകളിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. 2 പതിറ്റാണ്ടായി തുടർച്ചയായി ഇടതുപക്ഷം വിജയിക്കുന്ന മണ്ഡലത്തിൽ വിജയം തുടരാനുള്ള പരിശ്രമത്തിലാണ് LDF. കഴിഞ്ഞ 10 വർഷമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ പ്രചരണം. UDF ആകട്ടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കിയുള്ള പ്രചരണമാണ് നടത്തിയത്. കുന്നംകുളത്ത് വ്യക്തിബന്ധങ്ങളുള്ള KPCC ജനറൽ സെക്രട്ടറിയും UDF മലപ്പുറം ജില്ലാ ചെയർമാനുമായ PT അജയ് മോഹനിലൂടെ മണ്ഡലത്തിൽ ത്രിവർണ്ണക്കൊടി പാറിക്കാനുള്ള ഒരുക്കമാണ് UDF ക്യാമ്പ് നടത്തിയത്. NDA, BDJSന് സീറ്റ് നൽകി തങ്ങളുടെ വോട്ട് സാന്നിധ്യം ശക്തമായി അറിയിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സജീവമായി മുന്നണി എന്ന നിലയിൽ മുന്നോട്ടുവന്ന ദേശീയ ജനാധിപത്യ സഖ്യം വോട്ട് വിഹിതം കുറയാതെ തങ്ങളുടെ കരുത്ത് നിലനിർത്തുമെന്ന് അവകാശപ്പെടുന്നു. ഗുരുവായൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ട് ചാവക്കാട് നഗരത്തെ ജനസാഗരമാക്കി. LDF, UDF, NDA മുന്നണികളും SDPI, ആം ആദ്മി പാർട്ടി എന്നിവരുടെ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും സംഗമിച്ചതോടെ തീരദേശ നഗരം അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലലിഞ്ഞു. നാലുമണിയോടെ തന്നെ SDPI പ്രവർത്തകർ നഗരത്തിലേക്ക് സ്ഥാനാർത്ഥിയുമായി എത്തി. തുടർന്ന് LDF സ്ഥാനാർത്ഥി NK അക്ബർ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ നഗരത്തിലൂടെ കടന്നുപോയി. പിന്നീട് മണത്തലയിൽ നിന്ന് UDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയുമായി എത്തി. തുടർന്ന് ഏനാമാവ് റോഡിൽ നിന്ന് BJP പ്രവർത്തകരുമെത്തി. ഇതോടെ പോലീസ് അവരവർക്കനുവദിച്ച സ്ഥലത്ത് ബാരിക്കേഡുകൾ വച്ചു. സ്ഥലപരിമിതിയുമായി ബന്ധപ്പെട്ട് SDPI, BJP പ്രവർത്തകർ തമ്മിൽ നേരിയ തർക്കമുണ്ടായി. ഇത് പോലീസ് ഇടപെട്ട് പരിഹരിച്ചു. NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ JCBയിൽ കയറി നിന്നാണ് അഭിവാദ്യം ചെയ്തത്. അഡ്വക്കേറ്റ് നിവേദിതയും കൂടെയുണ്ടായിരുന്നു. പാട്ടിനൊപ്പം നൃത്തം ചവിട്ടി ഗോപാലകൃഷ്ണൻ പ്രവർത്തകരെ ആവേശത്തിലാക്കി. LDF, UDF മുന്നണി പ്രവർത്തകർ പാരഡി ഗാനത്തിനൊപ്പം കൊടിവീശിയും നൃത്തം ചവിട്ടിയും ആവേശക്കൊടുമുടി തീർത്തു. LDF നേതാക്കളായ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, C. സുമേഷ്, TT ശിവദാസ്, M. കൃഷ്ണദാസ്, AH അക്ബർ, ഷീജ പ്രശാന്ത്, RT ഗഫൂർ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പമുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി CH റഷീദിനൊപ്പം നേതാക്കളായ ജോസ് വള്ളൂർ, CA ഗോപപ്രതാപൻ, CA റഷീദ്, KV ഷാനവാസ്, ജലീൽ വലിയകത്ത്, തോമസ് ചിറമേൽ എന്നിവരുണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണനൊപ്പം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത, ദയാനന്ദൻ മാമ്പുള്ളി, വർഷ മണികണ്ഠൻ, അനീഷ് ഇയാൽ, KR ബൈജു, സുഭാഷ് മണ്ണാരത്ത് എന്നിവർ ഉണ്ടായിരുന്നു. SDPI സ്ഥാനാർത്ഥി KV അബ്ദുൾ നാസറിനൊപ്പം നേതാക്കളായ KH ഷാജഹാൻ, അഷ്റഫ് വടക്കൂട്ട്, ഷമീർ ബ്രോഡ്വേ എന്നിവരുമുണ്ടായിരുന്നു. യാതൊരു അനിഷ്ട സംഭവങ്ങളും കൊട്ടിക്കലാശത്തിൽ ചാവക്കാട് നഗരത്തിലുണ്ടായില്ല. ഗുരുവായൂർ ACP V. സുരേഷ്, സ്റ്റേഷൻ ഓഫീസർമാരായ വിപിൻ വേണുഗോപാൽ, TP ഫർഷാദ്, NS രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ
വലിയ പോലീസ് സന്നാഹം ചാവക്കാട് നഗരത്തിലുണ്ടായിരുന്നു. കേന്ദ്രസേനയെയും വിന്യസിച്ചിരുന്നു. ആവേശക്കോടുമുടിയേറി പ്രവർത്തകർ. മണലൂർ നിയോജക മണ്ഡലത്തിലെ കൊട്ടിക്കലാശം പാവർട്ടിയിൽ നടന്നു. നിയമസഭയിലേക്കുള്ള വിധിയെഴുത്ത് വ്യാഴാഴ്ച നടക്കുന്നതിന് മുന്നോടിയായി പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ പരസ്യ പ്രചരണത്തിന് വിരാമമിട്ട് ചൊവ്വാഴ്ച വൈകിട്ടാണ് കലാശക്കൊട്ട് അരങ്ങേറിയത്. മണലൂർ മണ്ഡലത്തിലെ പ്രധാന സെന്ററായ പാവർട്ടിയെയാണ് പ്രധാന മുന്നണികൾ കലാശക്കൊട്ടിനായി തെരഞ്ഞെടുത്തത്. പ്രചരണ വാഹനങ്ങളിൽ നിന്നും കാതടപ്പിക്കുന്ന ശബ്ദത്തിലുള്ള അനൗൺസ്മെന്റും ഒപ്പം പ്രചരണത്തിനായി തയ്യാറാക്കിയ പാട്ടുകളും വാദ്യമേളങ്ങളുമായി LDFും UDFും NDAയും പാർട്ടിയുടെ വീഥികൾ കീഴടക്കിയതോടെ പ്രവർത്തകർ ആവേശത്തിന്റെ അലകടൽ പോലെ തിരയടിക്കുകയായിരുന്നു. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥും UDF സ്ഥാനാർത്ഥി TN പ്രതാപനും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും പ്രവർത്തകർക്കൊപ്പം ആവേശത്തിലമർന്നതോടെ പാവർട്ടി ഇതുവരെ കാണാത്ത വിധം കലാശക്കൊട്ട് വീറും വാശിയും നിറഞ്ഞതായി. പ്രഖ്യാപനത്തിനു ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം പ്രചരണത്തിനായി ലഭിച്ച തെരഞ്ഞെടുപ്പാണിത്. മണലൂരിൽ 3 സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ രംഗത്തെ അധികായരായതും മണലൂരിലെ മത്സരം സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധിക്കുന്നതും ആയിരുന്നതിനാൽ ആദ്യ ലാപ്പ് മുതലുള്ള ആവേശം കലാശക്കൊട്ടിലും പ്രതിഫലിച്ചു. പാർട്ടി പതാകകളും വർണ്ണ ബലൂണുകളുമായി മേളവാദ്യത്തിനൊപ്പം ചുവടുകൾ വെച്ച് സ്ത്രീകളടക്കമുള്ള മുന്നണി പ്രവർത്തകർ തെരുവോരങ്ങൾ കീഴടക്കി. മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ആത്മവിശ്വാസത്തിന്റെ നേർസാക്ഷ്യം കൂടിയായി മണലൂരിലെ കലാശ പോരാട്ടം. പാവർട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സംവിധാനവും സജ്ജമായിരുന്നു. UDF കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണാർത്ഥം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി റാലിയും കൊട്ടിക്കലാശവും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മലപ്പുറം DCC സെക്രട്ടറി വിനോദ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MM നിഷാദ്, കൺവീനർ NK കബീർ, KR രാധിക, TK ദേവസി, ചന്ദ്രപ്രകാശ് ഇടമന, AU മനാഫ്, MC ഐജു, സെഫീന അസീസ്, അജു നെല്ലുവായ്, അനിത വിൻസെന്റ്, ഫ്രിജോ വടക്കൂട്ട്, മീന ശലമോൻ എന്നിവർ നേതൃത്വം നൽകി. KP വത്സലൻ രക്തസാക്ഷിത്വ ഫണ്ട് വിവാദം വീണ്ടും ഉന്നയിച്ച് DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ രംഗത്ത്. കൊല്ലപ്പെട്ട KP വത്സലന്റെ മകൻ തങ്ങളെ സമീപിച്ച വീഡിയോ, ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടാണ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് പൊതുയോഗത്തിൽ ഗോപപ്രതാപൻ ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചത്. 75 ലക്ഷം പിരിച്ചുവെന്നും 35 ലക്ഷം മാത്രമാണ് കുടുംബത്തിന് നൽകിയതെന്നും 40 ലക്ഷം അടിച്ചുമാറ്റിയെന്നുമായിരുന്നു ആരോപണം. ഇതേ തുടർന്നാണ് വീണ്ടും വെളിപ്പെടുത്തലുകളുമായി അദ്ദേഹം രംഗത്തെത്തിയത്. ചെരിപ്പുകുത്തികളും തട്ടുകടക്കാരും കടലിനോട് മല്ലടിക്കുന്ന മത്സ്യത്തൊഴിലാളികളും നട്ടുച്ചക്ക് പൊരി വെയിലത്ത് മീൻ കച്ചവടം നടത്തുന്ന മത്സ്യവിതരണ തൊഴിലാളികളെയും ഒക്കെ അവരിൽ നിന്നൊക്കെ ശേഖരിച്ച പണമാണ് KP വത്സലന്റെ ഫണ്ട്. അല്ലാതെ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടല്ല. നാട് മുഴുവൻ പിരിച്ചുണ്ടാക്കിയ ഫണ്ടാണ്. അതിൽ കോൺഗ്രസുകാരുടെ പണമുണ്ട്, ലീഗുകാരുടെ പണമുണ്ട്. എല്ലാം കൂടി സ്വരൂപിച്ച 75 ലക്ഷം രൂപയിൽ 40 ലക്ഷം രൂപ കണക്കിൽപ്പെടുത്താതെ മാറ്റിവെച്ചു എന്നാണ് നിരഞ്ജൻ ഞങ്ങളോട് പറഞ്ഞത്. ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ പേരിലുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുതിയ കഥകളുണ്ടാക്കി വത്സലന്റെ മകൻ നിരഞ്ജനെ വേട്ടയാടുകയാണെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രക്തസാക്ഷി ഫണ്ടിനത്തിൽ പാർട്ടി സ്വരൂപിച്ച തുക 20 വർഷം മുമ്പ് ബാങ്കിൽ നിക്ഷേപിച്ചതാണ്. പിന്നീട് ഈ തുക ഫാംഫെഡ് എന്ന സഹകരണ സംഘത്തിൽ നിരഞ്ജൻ നിക്ഷേപിക്കുകയാണുണ്ടായത്. അത് പിന്നീട് തട്ടിപ്പു സംഘമാണെന്ന് തെളിയുകയും പണം തിരിച്ചു കിട്ടാത്ത സ്ഥിതിയുമുണ്ടായി. പണം തിരിച്ചു വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഫാംഫെഡുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളാണ് നിരഞ്ജനെ സമീപിച്ചത്. നിരഞ്ജന്റെ നിസ്സഹായാവസ്ഥ പോലും ദുരുപയോഗം ചെയ്ത് UDF സ്ഥാനാർത്ഥിക്ക് സീറ്റുറപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മണലൂരിൽ TN പ്രതാപന്റെ വോട്ടു കച്ചവടം കോൺഗ്രസ് BJP ഡീലിന്റെ പരസ്യമായ തെളിവാണ്. UDF സ്ഥാനാർത്ഥിയുടെ പരാജയം കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് തുല്യമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു. LDF നേതാക്കളായ C സുമേഷ്, TT ശിവദാസൻ, MA ഹാരിസ് ബാബു, PK രാജേശ്വരൻ എന്നിവർ പങ്കെടുത്തു. അക്കാലത്ത് സമാഹരിച്ച പണത്രയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അന്നത്തെ CPIM-ന്റെ ലീഡർഷിപ്പും CPM-ന്റെ ഘടകങ്ങളും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് അന്നേ കാലത്ത് പിരിച്ച 24 ലക്ഷത്തിന്റെ അടുത്തുള്ള പൈസ, അത് 20 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ വത്സലന്റെ അന്ന് മകന്റെ പേരിലും, 5 ലക്ഷം രൂപ ഭാര്യയുടെ പേരിലും, 2.5 ലക്ഷം രൂപ
വത്സലന്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിലുമാണ് നിക്ഷേപിച്ചത്. ആ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപ പത്രം പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് കൈമാറിയത്. കഴിഞ്ഞ 20 വർഷം മുമ്പാണത്. അന്ന് അത്രയും വലിയൊരു തുക എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്, ഇന്നത്തെ പോലെയല്ല. ആ തുക അന്നത്തെ സ്ഥിതിയിൽ സമാഹരിച്ച ഏതാണ്ട് മുഴുവൻ പൈസ, ബാക്കി അതിൽ 4 ലക്ഷം രൂപ അന്ന് കുത്തേറ്റ സഖാവ് അക്ബറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യം, മറ്റ് കേസ് വത്സലിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒക്കെ പരസ്യമായിട്ട് വെളിവാക്കിയതിന്റെ കണക്ക് ജനമധ്യത്തിൽ അവതരിപ്പിച്ച് ഈ പൈസ ഇന്ന ആളുടെ പേരിലിട്ട് നിക്ഷേപ പത്രം പരസ്യമായിട്ടാണ് പബ്ലിക് മീറ്റിങ്ങിലാണ് ഇത് കൈമാറിയതെന്ന് എല്ലാവർക്കും അറിയാം. 20 വർഷമായിട്ട് അഭിപ്രായ വ്യത്യാസവും എന്തെങ്കിലും വിമർശനം അതിനെതിരെ ആരും ഉയർത്തിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. ഇപ്പൊ ഗോപ്രതാപം നടത്തുന്നത് ഈ കൊലപാതകം ഇപ്പോഴും തിരിഞ്ഞു നിന്ന് കുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഇത് ഞങ്ങൾ നേരത്തെ പറയുണ്ടായി, 2006 ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗ് ഗുണ്ടകളെ അയച്ചത് അന്നത്തെ മുസ്ലിം ലീഗ് UDF നേതൃത്വമാണ്. UDF ഭരണത്തിലെ ഇരുണ്ടകാലം തിരിച്ചു വരാതിരിക്കുന്നതിനും വികസന സ്ഥിരതയ്ക്കും LDF സർക്കാരിന് തുടർച്ചയുണ്ടാകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു LDF എളവള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ വികസനവും അനുബന്ധ നേട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ LDF തുടരേണ്ടത് ആവശ്യമാണ്. ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും BJPക്ക് വിറ്റുകഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുകാർ കൂട്ടത്തോടെ BJPയായി മാറിയതിനു പിന്നിൽ കോടികളുടെ ഒഴുക്കുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും ഇതുതന്നെയാണ് കണ്ടത്. ബാബറി മസ്ജിദ് തകർക്കാൻ കൂട്ടുനിന്നവരാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയെ തകർക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നു. രാജ്യത്ത് മതനിരപേക്ഷ കക്ഷികളുടെ ശക്തി ചോർത്തിക്കളയാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ അന്വേഷണ സംവിധാനങ്ങളെല്ലാം RSSന്റെ കീഴിലാക്കുകയാണ് BJP ഗവൺമെന്റ് ചെയ്യുന്നതെന്നും PK ബിജു പറഞ്ഞു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോൺ മാസ്റ്റർ, LDF നേതാക്കളായ NK സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ്, PA ഷൈൻ, KB വിനോദൻ, ഷാജി കാക്കശ്ശേരി, CK രമേശ്, PL ഡൊമിനി, VC വിൻസെന്റ്, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത എന്നിവർ സംസാരിച്ചു. എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവള്ളി പാറയിൽ നിന്നും ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോൾ മാസ്റ്റർ പടിയിൽ നിന്നും ആരംഭിച്ച റാലികൾ ചിറ്റാട്ടുകരയിൽ കിഴക്കേത്തലയിൽ സമാപിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ UDF കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതായി പരാതി. മുണ്ടൻകോട് ഉന്നതി പരിസരത്താണ് ഫോട്ടോ പതിച്ച ഫ്ലക്സുകളും ചട്ടകളും വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ ഫ്ലക്സ് ബോർഡുകളും ചട്ടകളും നശിപ്പിച്ചത്. ബൂത്ത് പ്രസിഡന്റ് CK നാരായണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലും നിയമന തസ്തികകളിലും പ്രാദേശിക സംവരണം വേണമെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത്രയും കാലം ഹിന്ദു MLA ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് കഴിയാതിരുന്നത്. ഹിന്ദു MLAക്ക് മാത്രമാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. താൻ MLA ആയാൽ ഇത് നടപ്പിലാക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരപ്പന്റെ നാട്ടിലെ ആൾക്കാർക്ക് ഭരണസമിതിയായിട്ട് ഒരു ബന്ധമില്ല. വന്നു, വന്നില്ല. അത് മാറണം. അത് സംവരണം തന്നെയാവണം. ഇത് ദേവസ്വം ഭരണത്തിൽ മാത്രം പോരാ. ദേവസ്വം നടപ്പാക്കുന്ന എല്ലാ തസ്തികകളിലും, നിയമന തസ്തികകളിലും സംവരണം വേണം. BJP NDA സ്ഥാനാർത്ഥിയായി ഞാൻ വന്നാൽ ഞാനത് നടപ്പാക്കും. ഒരു MLAക്ക് നടപ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നടപ്പാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നടപ്പാക്കും. ക്ഷേത്രം ഭരിക്കുന്നതും നിയമനം ലഭിക്കുന്നതും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ്. ഈ മണ്ഡലത്തിലുള്ളവർക്ക് യാതൊരു അവകാശവുമില്ല. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ അത്യാധുനിക ആശുപത്രിയില്ല. ആന ഇടയുകയോ മറ്റു വല്ല അത്യാപത്തുകളോ സംഭവിക്കുകയോ ചെയ്താൽ തൃശൂരിലേക്ക് കൊണ്ടുപോകണം. ഇത് ദേവസ്വം ഭരണസമിതിയുടെ കഴിവുകേടാണ്. താൻ MLA ആയാൽ ഗുരുവായൂരപ്പൻ മെഡിക്കൽ സെന്ററോ മെഡിക്കൽ കോളേജോ കൊണ്ടുവരും. ഗുരുവായൂരിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഭക്തരാണ് അന്തർദേശീയ തലത്തിലുള്ളത്. ആന്ധ്രയിലെ സായി സേവ ട്രസ്റ്റ് സൗജന്യ ചികിത്സ നൽകുന്നതുപോലെ മണ്ഡലത്തിലുള്ളവർക്ക് മുഴുവൻ സൗജന്യ ചികിത്സ നൽകും. ഞാൻ MLA ആയാൽ ഞാൻ ഇവിടെ വെച്ച് പറയാം, ഗുരുവായൂരപ്പൻ മെഡിക്കൽ സെന്റർ ഓർ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് നടപ്പാക്കാൻ തീരുമാനിച്ചാൽ എന്തും നടപ്പാക്കാം. ഗുരുവായൂരിന് വേണ്ടി എന്തും ചെയ്യാൻ
തയ്യാറായിട്ടുള്ള ഭക്തജനങ്ങളാണ് അന്തർദേശീയ തലത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവരും. മെഡിക്കൽ സെന്റർ ഓർ മെഡിക്കൽ കോളേജ്. ആന്ധ്രയിലെ സായി സേവ ട്രസ്റ്റ് എങ്ങനെയാണോ സൗജന്യ ചികിത്സ നൽകുന്നത്, അതുപോലെ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ നൽകും ആ മെഡിക്കൽ കോളേജ് ഓർ മെഡിക്കൽ സെന്ററിൽ. ഗുരുവായൂർ ക്ഷേത്രവും പാലയൂർ പള്ളിയും ചാവക്കാട് ബീച്ചും ചേർത്ത് അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രം ആരംഭിക്കും. ഗുരുവായൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലില്ല. ക്ഷേത്രത്തോടുള്ള 50 വർഷത്തെ വൈരാഗ്യമാണ് ഇതിന് കാരണം. ഈ ഭരണസമിതി വിചാരിച്ചാൽ താജ് ഹോട്ടൽ വരെ കൊണ്ടുവരാനാകും. ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തെ മോചിപ്പിക്കണം. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ക്ഷേത്രത്തിൽ വേനൽക്കാലത്ത് നൽകി വരാറുള്ള സംഭാര വിതരണം നൽകാത്തത് പ്രതിഷേധാർഹമാണ്. ക്ഷേത്രത്തിലെ CPM ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പോകാനുള്ളതുകൊണ്ടാണ് ഇത് വിതരണം ചെയ്യാത്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലാണ് സംഭാര വിതരണം ചെയ്യാത്തതെങ്കിൽ പൂജയും പായസവും അന്നദാനവും നടത്താനാകുമോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഗോപാലകൃഷ്ണന് ചരിത്രം അറിയില്ല എന്നാണ് CPM പറയുന്നത്. അവർക്കാണ് ചരിത്രം അറിയാത്തത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിന് അനുമതി നൽകിയത് ടിപ്പു സുൽത്താനാണെന്ന് പറയുന്നവരെ ചൂരൽ കൊണ്ടടിക്കണം. ടിപ്പുവിന്റെ ആക്രമണം ഭയന്നാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയത്. ഇക്കാര്യം അമ്പലപ്പുഴയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ രേഖ വെച്ചുകൊണ്ടാണ് താൻ സംസാരിക്കുന്നത്. തനിക്കെതിരെ വീഡിയോ ഇറക്കിയ CPM മാപ്പു പറയണം. ഗുരുവായൂർ ക്ഷേത്രത്തെ അപമാനിക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ചിട്ടില്ലെന്നും ഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകി എന്നും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ടിപ്പുവാണെന്നും പറയുന്ന CPM-കാരനെ ചാട്ടവാറുകൊണ്ടടിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തെ ആക്രമിച്ചവന്റെ പേരിൽ റോഡ് നിർമ്മിച്ചത് ന്യായീകരിക്കുവാൻ കഴിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തോടാണോ ടിപ്പു സുൽത്താനോടാണോ താൽപര്യമെന്ന് MLA-യും CPM പ്രവർത്തകരും വ്യക്തമാക്കണം. മലപ്പുറത്ത് പൂന്താനത്തിന്റെയോ മേൽപ്പുത്തൂരിന്റെയോ പ്രതിമ സ്ഥാപിക്കാൻ മുസ്ലിം ലീഗുകാർ തയ്യാറാണോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ കർണാടക സ്റ്റേറ്റ് റിസർവ് ഫോഴ്സും കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, T അരവിന്ദാക്ഷൻ, ജ്യോതി പ്രകാശ്, കർണാടക സ്റ്റേറ്റ് സബ് ഇൻസ്പെക്ടർ HN ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദേശം 55ഓളം പോലീസ് സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. കൂടാതെ സുരക്ഷയുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ ആറങ്ങോട്ടുകര, കറുകപ്പുത്തൂർ, കൂറ്റനാട്, ചാലിശ്ശേരി, കാഞ്ഞിരത്താണി എന്നിവിടങ്ങളിൽ പ്രത്യേക ഡ്രോൺ പരിശോധനയും നടത്തി. ചുവപ്പിലലിഞ്ഞ് കണ്ടാണശ്ശേരി. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റാലിയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടാണശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരിയിൽ നിന്നും മറ്റം സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനങ്ങൾ അരിയന്നൂരിൽ സംഗമിച്ചു. ചെങ്കൊടികളും സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. അരിയന്നൂർ സെന്ററിന് സമീപത്ത് പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളനവേദിയിൽ റാലി സമാപിച്ച ശേഷം നടന്ന പൊതുയോഗം CPI ജില്ലാ കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ലോകമാകെ ശ്രദ്ധിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികളായിട്ട് മാറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലോകം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞത്. UDF-ന്റെ കാലത്ത് ഒരു കാലത്തും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മൂടപ്പെട്ട ഒരു പദ്ധതിയാണ് ഗെയിൽ പദ്ധതി എന്ന് പറയുന്നത്. ഗെയിൽ പദ്ധതി എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സാധാരണക്കാരായുള്ള കുടുംബങ്ങളുടെ അടുക്കളയിലേക്ക് പാചകവാതകം എത്തിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞില്ലേ? കേരളത്തിലെ തീരദേശ ഹൈവേയും അതുപോലെ തന്നെ മലയോര ഹൈവേയും വാട്ടർ മെട്രോയും വിഴിഞ്ഞം പദ്ധതിയും കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിനകത്തുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പൊള്ളയായ വാഗ്ദാനങ്ങളുമായി വരുന്ന മുന്നണികളാണ് UDF ആയാലും NDA ആയാലും. എങ്ങനെയെങ്കിലും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇന്ന് UDF-നുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. NCPS നേതാവ് VK നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PA മുസ്തഫ, C അംബികേശൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ MV സന്തോഷ്, KS ദിലീപ്, CPI മണ്ഡലം കമ്മിറ്റി അംഗം ശിവൻ വാഗ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് എന്നിവർ സംസാരിച്ചു. റാലിക്ക് LDF നേതാക്കളായ KJ ബിജു, മിനി ജയൻ, NA ബാലചന്ദ്രൻ, VK ദാസൻ, ഷീബ ചന്ദ്രൻ, KK ജയന്തി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പെരുമ്പിലാവിൽ പ്രശസ്ത ഗായകൻ സലിം കോടത്തൂർ നടത്തിയ ഗാനമേള ശ്രദ്ധേയമായി. UDYFന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 7:30 പെരുമ്പിലാവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഗാനവിരുന്ന് സലിം കോടത്തൂർ ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദ സന്ദേശ ഗാനങ്ങളോടെ ആരംഭിച്ച ഗാനവിരുന്നിൽ പ്രചരണത്തിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഉൾപ്പെടെ മലയാളം, ഹിന്ദി സിനിമാ ഗാനങ്ങളും ആൽബം ഗാനങ്ങളും അരങ്ങേറി. ഗാനവിരുന്നിന്റെ സമാപനത്തോടെ സ്ഥാനാർത്ഥിയെത്തി വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചു. ജനപ്രതിനിധികളും നേതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ TN പ്രതാപന് ആവേശകരമായ സ്വീകരണങ്ങൾ ഒരുക്കി UDF പ്രവർത്തകർ. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വാഹന പര്യടനം കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നടന്നു. കിഴക്കാളൂർ സെന്ററിൽ നിന്നാരംഭിച്ച പര്യടനത്തിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി V വേണുഗോപാൽ നിർവഹിച്ചു. കിഴക്കാളൂരിൽ നിന്നും ആരംഭിച്ച് ആളൂർ സെന്റർ, കൂനമൂച്ചി, അരിയന്നൂർ, ചൊവ്വലൂർ, കണ്ടാണശ്ശേരി, നമ്പഴിക്കാട്, മറ്റം സെന്റർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പര്യടനം തിരുവത്രയിൽ സമാപിച്ചു. അനൗൺസ്മെന്റ് വാഹനങ്ങൾക്ക് പിന്നാലെ അലങ്കരിച്ച വാഹനത്തിൽ സ്ഥാനാർത്ഥിയെത്തുമ്പോൾ മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ വരവേറ്റത്. തുടർന്ന് സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ഹൃദ്യമായ സ്വീകരണം നൽകി. വനിതാ പ്രവർത്തകരും മുതിർന്ന പാർട്ടി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ചുരുങ്ങിയ വാക്കുകളിൽ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടും മണ്ഡലത്തിൽ നടത്താനുദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥിയുടെ ചെറുപ്രസംഗം. മെയ് 4 തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം MLA എന്ന നിലയിൽ വോട്ടർമാരെ കാണാനെത്തുമെന്ന അവകാശവാദത്തോടെയാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. DCC സെക്രട്ടറി V വേണുഗോപാൽ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് നേതാക്കളായ ജെയ്സൺ ചാക്കോ, ജസ്റ്റിൻ കൂനമൂച്ചി, അപ്പു ആളൂർ, AM മൊയ്തീൻ, മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ സംസ്ഥാനത്ത് മദ്യശാലകൾ അടഞ്ഞുകിടക്കും. 2 ദിവസത്തേക്ക് കേരളത്തിൽ ഡ്രൈ ഡേ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ 2 ദിവസത്തേക്ക് കേരളത്തിൽ മദ്യവിൽപ്പനയുണ്ടാകില്ല. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന വ്യാഴാഴ്ച വൈകിട്ട് വരെയാണ് മദ്യവിൽപ്പനയ്ക്ക് നിരോധനമുള്ളത്. വോട്ടെണ്ണൽ ദിനത്തിലും മദ്യവിൽപ്പനയുണ്ടാകില്ല. ഏപ്രിൽ 9 വോട്ടെടുപ്പ് സമയം അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് മുതൽ ഡ്രൈ ഡേ ഉത്തരവ് നിലവിൽ വരും. അതിനാൽ ചൊവ്വാഴ്ച വൈകിട്ട് 7 മണി മുതൽ കേരളത്തിലെ മദ്യശാലകൾ അടഞ്ഞുകിടന്നു. ബുധനാഴ്ചയും തുറക്കില്ല. ഇനി വ്യാഴാഴ്ച വൈകിട്ട് വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം മാത്രമാകും മദ്യവിൽപ്പനശാലകളുടെ പ്രവർത്തനം ആരംഭിക്കുക. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് മണ്ഡലം പൊതുയോഗം സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായി പന്നിത്തടത്ത് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇഫ്തിഖാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VK രഘുസ്വാമി അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ ഷർഫു പന്നിത്തടം, സജീവ് ചാത്തനാത്ത്, UDF നേതാക്കളായ ഗഫൂർ കടങ്ങോട്, KC ഹംസ, ഷൈനി തമ്പി, PC ഗോപാലകൃഷ്ണൻ, MS ബഷീർ, രഞ്ജു താരു തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് ആൽത്തറയിൽ ഒരുക്കിയ പ്രൊഫസർ C രവീന്ദ്രനാഥ് മാഷിന്റെ ചായക്കട ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായി. വയനാട്ടിലെ ചൂരൽമലയിലെ പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ച ഫണ്ടിന് കയ്യും കണക്കുമില്ലെന്ന വിഷയത്തെ ചൊല്ലിയാണ് ചർച്ച തുടങ്ങിയത്. UDF വാഗ്ദാനം ചെയ്ത KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടയില്ലവിടെയാണെന്ന് ചായ കുടിക്കാനെത്തിയ ജലീൽ തിരുനെല്ലൂർ കാര്യകാരണങ്ങൾ നിരത്തി വാദിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ മുല്ലശ്ശേരി ബ്ലോക്ക് കില കോർഡിനേറ്റർ ജെന്നി ജോസഫ്, AK ഹുസൈൻ, KP ആലി, മുട്ടത്ത് തോമസ്, TA പ്രവീൺ, വാസു താണവീതി തുടങ്ങിയവരും പങ്കാളികളായതോടെ രാഷ്ട്രീയ ചൂട് റോഡിലേക്കും പടർന്നു. റോഡിലൂടെ പോയിരുന്ന കാൽനടയാത്രക്കാരും വാഹനങ്ങളിൽ പോകുന്നവരും ചായക്കടയിലെ ചർച്ചകളിലേക്ക് കണ്ണെറിഞ്ഞു. മിമിക്രി കലാകാരനും സ്വർണ്ണപ്പണിക്കാരനുമായ മുല്ലശ്ശേരി സ്വദേശി TV വിനോദ് കുമാർ കടയിലെത്തിയതോടെ രാഷ്ട്രീയ ചൂടൊഴിഞ്ഞ ചായക്കടയിൽ ചിരി പടർന്നു. C രവീന്ദ്രനാഥിനു വേണ്ടി മുഖ്യമന്ത്രിയും VS-ഉം നടന്മാരായ മാമുക്കോയെയും ജനാർദ്ദനനും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നത് വിനോദ് കുമാർ അനുകരിച്ചതോടെ ചായക്കട ചിരിയുടെയും വേദിയായി മാറി.
തുടർഭരണം സുനിശ്ചിതം എന്ന മുദ്രാവാക്യവുമായി LDF കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. കാട്ടകമ്പാൽ പഴഞ്ഞി കമ്മിറ്റികളിൽ നിന്നും ആരംഭിച്ച റാലി സമന്വയിച്ച് ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം NCP സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുമുന്നണി കുന്നംകുളം മണ്ഡലത്തിലും സംസ്ഥാനത്തും വരുത്തിയ മാറ്റവും പുരോഗതിയും തുടരുക തന്നെ ചെയ്യുമെന്ന് രാജൻ പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി AC മൊയ്തീൻ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം KD ബാഹുലയൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TC ചെറിയാൻ, NK ഹരിദാസൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VK ബാബുരാജ്, KR ബിനോഷ്, NCP നേതാവ് PC സണ്ണി എന്നിവർ സംസാരിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എരുമപ്പെട്ടി കരിയന്നൂരിൽ കുടുംബസംഗമം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് വർഗീസ് തിപ്പല്ലൂർ അധ്യക്ഷനായി. MM നിഷാദ്, KR രാധിക, സഫീന അസീസ്, യദുകൃഷ്ണൻ തിപ്പല്ലൂർ, വിനോദ് മലപ്പുറം, മോഹനൻ കരിയന്നൂർ, റഷീദ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തിലെ പ്രധാന കച്ചവട കേന്ദ്രമായ അരിമാർക്കറ്റിലും LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ വോട്ട് അഭ്യർത്ഥിച്ചു. 2 മണിക്കൂർ നേരം നഗര കേന്ദ്രത്തിൽ ചെലവഴിച്ച AC മൊയ്തീൻ നഗരത്തിലെ പരമ്പരാഗത കച്ചവടക്കാരെയെല്ലാം നേരിൽ കണ്ടു. വടുതല വട്ടംപാടം മേഖലയിലും ചൊവ്വന്നൂർ പന്നിത്തടം കടങ്ങോട് മേഖലയിലും വോട്ടർമാരെ നേരിൽ കണ്ട് പ്രചരണം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, സീതാ രവീന്ദ്രൻ, PB ബവീഷ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭഛിദ്രം നടത്തിയ കേസിൽ അണ്ടത്തോട് സ്വദേശിയായ യുവാവിന് 32 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അണ്ടത്തോട് പടിഞ്ഞാറയിൽ വീട്ടിൽ ഷുഹൈബ് അക്തറിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 9 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. വിവരമറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്തതിനും ഗർഭഛിദ്രം നടത്തിയതിനും 2ാം പ്രതി അണ്ടത്തോട് പടിഞ്ഞാറയിൽ സുഫിദയെ 5.5 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയൊടുക്കാനും ശിക്ഷ വിധിച്ചു. 3ാം പ്രതി പടിഞ്ഞാറയിൽ റഹ്മത്തിന് 3.5 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും വിധിച്ചു. 2020 സെപ്റ്റംബർ മുതൽ 1 വർഷ കാലയളവിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പിഴത്തുക അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. കുന്നംകുളം പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർ CPO A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ പൊതു ഞായർ തിരുനാൾ ഏപ്രിൽ 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ആഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ദേവാലയത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത്. 10-ാം തീയതി വൈകിട്ട് 5:30 ഫാദർ സോളിത്തട്ടിൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിൽ ഒരുക്കുന്ന വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും മിനി പെരുന്നാളും നടക്കും. 11-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5:30 അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ കാർമ്മികനായി നടക്കുന്ന ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം ആർത്താറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ CRP ബാൻഡ് സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേജ് ഷോ അരങ്ങേറും. തിരുനാൾ ദിവസമായ 12-ാം തീയതി ഞായറാഴ്ച രാവിലെ തിരുനാൾ ഊട്ടുവെഞ്ചിരിപ്പും 6 മണിക്കും 7 മണിക്കും 8 മണിക്കും ദിവ്യബലിയും 9:30 ആഘോഷ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഫ്ലർജിൻ തയ്യാലക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ടിങ്കിൾ വാഴപ്പള്ളി സഹകാർമ്മികനാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അമ്പ് വള എഴുന്നള്ളിപ്പിന് തുടക്കം കുറിക്കും. രാത്രി 11-ന് എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് തേര് മത്സരവും വർണ്ണമഴയും ബാൻഡുവാദ്യ മത്സരവും അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ ഇടവകയിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷാജു മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ ചാർലി ചിരിയങ്കണ്ടത്ത്, തോമസ് ചുങ്കത്ത്, ഷാബു ചിറ്റിലപ്പിള്ളി, ജനറൽ കൺവീനർ ഷൈജു ആളൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഷാജു മാപ്രാണത്തുകാരൻ, കൈക്കാരൻ ഷാബു ചിറ്റിലപ്പിള്ളി, ജനറൽ കൺവീനർ ഷൈജു ആളൂർ, മീഡിയ കമ്മിറ്റി കൺവീനർ ഷാജി വി ജോസ്, പബ്ലിസിറ്റി കൺവീനർ ആന്റോ ചെമ്മണ്ണൂർ എന്നിവർ പങ്കെടുത്തു. ചമ്മന്നൂർ മാഞ്ചരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം ഏപ്രിൽ 9 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർകുളത്ത് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. വേലമഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 9 രാവിലെ 8:45 പ്രത്യേക പൂജകൾക്കു ശേഷം കൊടിയേറ്റം നടക്കും.
തുടർന്ന് 19 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:45 മുതൽ 10 മണി വരെ നടക്കൽ പറവയ്പ്പിന് ശേഷം ദേശപറയെടുക്കൽ ഉണ്ടായിരിക്കും. വീടുകളിൽ പറവയ്ക്കാൻ സാധിക്കാത്തവർക്ക് 19-ന് രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കൽ പറവയ്ക്കാനുള്ള സൗകര്യമൊരുക്കും. കൊടിയേറ്റം കഴിഞ്ഞതു മുതൽ ഉത്സവം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദഊട്ടും, വൈകിട്ട് നിറമാലയും ഉണ്ടായിരിക്കും. ഇതേ ദിവസങ്ങളിൽ രാവിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവയോടുകൂടി സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാകും. സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസിൽ മുൻകൂട്ടി അറിയിക്കണം. ഏപ്രിൽ 18-ന് രാത്രി 7 മണിക്ക് മുകേഷ് സേവാ സമിതി ചമ്മനൂർ ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടാകും. 19-ന് ഞായറാഴ്ച വേല ദിവസം രാവിലെ 4:45-ന് വിവിധ ദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ്, തുടർന്ന് വിശേഷാൽ പൂജകൾ, നടക്കൽ പറവെപ്പ്, 12 മണിക്ക് കുതിര എഴുന്നള്ളിപ്പ്, 3:30-ന് തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായിരിക്കും. വൈകിട്ട് 20ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരവും, തെയ്യം, കരിങ്കാളി, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം കുതിര എഴുന്നള്ളിപ്പുണ്ടാകും. തുടർന്ന് തിറകയറ്റം, വേലകയറ്റം, തായമ്പക എന്നിവ അരങ്ങേറും. 20-ന് പുലർച്ചെ 4 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പിനു ശേഷം ഗുരുതിതർപ്പണത്തോടുകൂടി നടയടയ്ക്കും. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി, നാരായണൻകുട്ടി കരുമത്ര, ക്ഷേത്രം കോമരം, റനീഷ് മാഞ്ചിറക്കൽ എന്നിവർ നേതൃത്വം നൽകും. പ്രസാദഊട്ടിന്റെ ഭാഗമായി ഏപ്രിൽ 8-ന് ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കലവറ നിറയ്ക്കൽ ചടങ്ങ് ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവ സമർപ്പിക്കാവുന്നതാണെന്നും ഏപ്രിൽ 15-ന് വിഷു ദിവസം വിഷുസദ്യയും ഉണ്ടാകുമെന്നും ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗം ശിവദാസൻ പരുത്തിവളപ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വരവൂരിൽ തെരുവുനായയുടെ ആക്രമണം. കുട്ടികളെ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ ചത്തു. കൊല്ലംകുന്ന് വീട്ടിൽ പ്രവീണിന്റെ മകൻ 9 വയസ്സുകാരൻ പ്രണവ്, കരിപ്പാടി വീട്ടിൽ കണ്ണന്റെ മകൾ 2.5 വയസ്സുള്ള നിയ, 21 വയസ്സുള്ള ഫാത്തിമ ഷിഫാന എന്നിവരെയാണ് നായ കടിച്ചത്. പ്രണവിനെയും നെയ്യെയും വീട്ടിൽ കയറിയും ഷിഫാനയെ വരവൂർ LP സ്കൂളിലെ ജിമ്മിൽ വെച്ചുമാണ് കടിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രതിഷേധത്തെ തുടർന്നാണ് തെരുവുനായയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയതെന്നും BJP പ്രവർത്തകർ പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും BJP പ്രവർത്തകർ ആരോപിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം മൂലം 3 പിഞ്ചു കുരുന്നുകൾക്കാണ് കടിയേറ്റിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ ഇതിനുള്ള നടപടികൾക്കെതിരെ പരാതി കൊടുത്തിരുന്നു. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ആ നായ ഇന്ന് രാവിലെ ചത്ത് കിടക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികളോ ഒന്നും ചെയ്യാതെ ഉച്ചവരെയാണ് അവർ ഈ നായേനെ വഴിയോരത്തിട്ടിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. BJP ശക്തമായ പ്രതിഷേധം നടത്തിയതിന് ശേഷമാണ് നായനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാനുള്ളൊരു നടപടി പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി വരവൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധം നടത്തും. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും ശക്തമായ പ്രതിഷേധം ഉയരും. വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിൽ 144-ാം സംയുക്ത തിരുനാൾ ഏപ്രിൽ 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയലത്തൂർ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെയും സെബസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും തോമാസ് ലേഹായുടെയും അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാളിന്റെ കൊടിയേറ്റം ഈസ്റ്റർ കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കലാണ് നിർവഹിച്ചത്. 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നേത്രപരിശോധനാ ക്യാമ്പ് ഉണ്ടാകും. അന്നേ ദിവസം ദേവാലയത്തിൽ കാഴ്ച സമർപ്പണം, ലതിഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, നേർച്ച വിതരണം എന്നിവയുണ്ടാകും. വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പ്രസുദേന്തി വാഴ്ചയ്ക്കും 7 മണിക്ക് നടക്കുന്ന ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മത്തിനും
കൈപ്പറമ്പ് ദേവാലയം നടത്തവികാരി ഫാദർ ഡേവിസ് ചിറമൽ നേതൃത്വം നൽകും. രാത്രി RR മീഡിയ ഒരുക്കുന്ന ഗാനമേളയുണ്ടാകും. 13-ാം തീയതി കുർബാനയ്ക്കു ശേഷം തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവെക്കൽ, വൈകിട്ട് 6 മണിക്ക് വിവിധ കപ്പേളകളിൽ ലതീഞ്ഞ്, 11 മണിക്ക് അമ്പ് വള സമാപനം, രാത്രി 11:15 മെഗാ ബാൻഡ് സംഗമം എന്നിവ നടക്കും. 14 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ചെമ്മണ്ണൂർ പള്ളി വികാരി ഫാദർ ഗ്ലാഡിൻ വട്ടക്കുഴി, കാക്കശ്ശേരി പള്ളി വികാരി ഫാദർ തോമസ് ഊക്കൻ, അഞ്ഞൂർ ദിവ്യദർശൻ വികാരി ഫാദർ ജോസഫ് താഴത്തേതിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് CMI പാലക്കാട് ഇടവക വൈദികൻ ഫാദർ അനിൽ തലക്കോട്ടൂർ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും രാത്രി 7:30 വർണ്ണമഴയുമുണ്ടായിരിക്കും. 15 ബുധനാഴ്ച രാവിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഒപ്പീസും നടത്തും. രാത്രി 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഒറ്റ എന്ന നാടകവും അരങ്ങേറും. വൈലത്തൂർ മതബോധന ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ജനറൽ കൺവീനർ TC ഡെന്നി, ജോയിന്റ് കൺവീനർ CK ജെയിംസ്, ട്രസ്റ്റിമാരായ CC ജോസ്, IT വിൻസെന്റ്, ബിജു തോമസ്, സെക്രട്ടറി ജോസ് വടക്കൻ, പബ്ലിസിറ്റി കൺവീനർ ബിജു തോമസ് സാഗര എന്നിവർ പങ്കെടുത്തു. വിഷുക്കാലമെത്തി വേലൂരിൽ കണിവെള്ളരിയും വിളഞ്ഞു. കണ്ണുകൾക്കും മനസ്സിനും കുളിരേകുന്ന വിഷുക്കണിക്കായി കണിവെള്ളരിയും വേനൽക്കാല പച്ചക്കറി കൃഷിയും ഒരുക്കുകയാണ് വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാറും കുടുംബവും. തണ്ടിലം പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്താണ് വിഷുവിനായി കൃഷി ഇറക്കിയിരിക്കുന്നത്. വിഷുക്കണിക്കായി സ്വർണ്ണ നിറമുള്ളതും അധികം വലിപ്പമില്ലാത്തതുമായ നാടൻ വയനാടൻ വെള്ളരിയാണ് കൃഷിയിലെ മുഖ്യതാരം. കുമ്പളം, അമ്പിളി എന്ന മത്തൻ, കിരൺ തണ്ണിമത്തൻ, കുറ്റിപ്പയർ, സ്നോവൈറ്റ് കുക്കുംബർ തുടങ്ങിയവയും തോട്ടത്തിലുണ്ട്. പന്നിയുടെ ശല്യമുള്ള സ്ഥലമായതിനാലും പഞ്ചായത്ത് സബ്സിഡി ഇല്ലാത്തതും കൃഷി നഷ്ടത്തിലാകുമെന്ന ഭീതിയിലാണ് ആരംഭിച്ചത്. ഡിഗ്രി വിദ്യാർത്ഥിയും യുവകർഷകനുമായ മകൻ അശ്വത്തിന്റെ നിർബന്ധവും കൃഷി ചെയ്യാൻ കാരണമായി. ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയുമാണ് പ്രധാന വളങ്ങൾ. 700 കിലോയോളം വെള്ളരി ആദ്യം വിളവെടുത്തു. കാർഷിക മേഖലയിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ ദിലീപ് കുമാറിന് ഭാര്യ വേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറും മകൻ അശ്വത്തും കൃഷിയിൽ ഊർജമായി മാറുകയാണ്. 3000 വിവിധ വാഴകൾ, ഇഞ്ചി, പൊടിക്കിഴങ്ങ്, മഞ്ഞൾ, കൂവ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി കൂടു തുറക്കൽ ശുശ്രൂഷ നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ കാർമ്മികനായി വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 108ാമത് സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 8-നാണ് ആഘോഷിക്കുന്നത്. അമ്പ് വള എഴുന്നള്ളിപ്പ് വീടുകളിലേക്ക് നടന്നു. രാത്രി 10:30 യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് 300-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ബാൻഡ് മേളമുണ്ടാകും. തിരുനാൾ ദിനമായ ഏപ്രിൽ 8-ന് നടക്കുന്ന ഊട്ടിൽ 10,000-ലധികം ഭക്തർ പങ്കെടുക്കും. ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ഇടവക വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോസഫ് പാലയൂർ, CA മാഗി എന്നിവർ നേതൃത്വം നൽകി. ചരമം. എളവള്ളി പറക്കാട് വട്ടംപറമ്പിൽ ശ്രീധരൻ മകൻ രവീന്ദ്രൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുജാത ഭാര്യയാണ്. ദേവിക, ദേവി ചന്ദന എന്നിവർ മക്കളാണ്. പുന്നിയൂർ പരേതനായ തെക്കിനിയടത്ത് കേശവദാസ് ഭാര്യ മുള്ളത്ത് മാലതിയമ്മ നിര്യാതയായി. 89 വയസ്സായിരുന്നു. ചാത്തന്നൂരിലെ മകന്റെ വീട്ടിൽ വെച്ചാണ് നിര്യാതയായത്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് ഐവർ മഠത്തിൽ നടത്തും. മോഹൻദാസ്, ജയശ്രീ, കൃഷ്ണദാസ് എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,735 രൂപ, പവന് 1,09,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16-ാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിലേക്ക് 2 നാൾ മാത്രം. അകലെ നിൽക്കെ പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശമാല തല്ലി. ബുധനാഴ്ചയിലെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ബൂത്തിലെത്തും.
KP വത്സലൻ രക്തസാക്ഷിത്വ ഫണ്ട് വിവാദം വീണ്ടും ഉന്നയിച്ച് DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ രംഗത്ത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആരോപണം കൊല്ലപ്പെട്ട KP വത്സലന്റെ മകൻ തങ്ങളെ സമീപിച്ച വീഡിയോ, ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ട്. കോൺഗ്രസ് പുതിയ കഥകൾ ഉണ്ടാക്കി വത്സലന്റെ മകൻ നിരഞ്ജനെ വേട്ടയാടുകയാണെന്ന് LDF നേതൃത്വം. വരവൂരിൽ തെരുവുനായയുടെ ആക്രമണം. കുട്ടികളെ ഉൾപ്പെടെ 3 പേരെ ആക്രമിച്ചു. തെരുവുനായ പിന്നീട് ചത്തു. പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രതിഷേധത്തെ തുടർന്നാണ് തെരുവുനായയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയതെന്നും BJP പ്രവർത്തകർ. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. ആഘോഷ ചടങ്ങുകൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.